നമസ്കാരം. നമ്മുടെ മലയാള സിനിമയിലെ വെള്ളിത്തിരയിലെ താരപുങ്കവന്മാരുടെ ഈ വീരേതിഹാസ കഥകളൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മൂടുപടം മുഴുവൻ അഴിഞ്ഞു വീണിരിക്കുന്നു. അവർ പൊതുജന മധ്യത്തിൽ ഇപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ KM ഷാജഹാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവരുടെ പപ്പും പൂടയും പറിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഇത്രയും കാലം ഇവരുടെയൊക്കെ സിനിമ കണ്ട് നെഞ്ചേറ്റി ലാളിച്ചുകൊണ്ട് കുറേയധികം പേർ കൊണ്ടു നടന്നു. അവരെയാണ് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ ഇപ്പോൾ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ യഥാർത്ഥ കഥകൾ ജനം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിന്റെ മഹാനടനായിരുന്ന അദ്ദേഹം സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, അത്തരത്തിലുള്ള വിശേഷണമൊന്നും ആവശ്യവുമില്ല, നടൻ, മഹാനടനായിരുന്ന തിലകൻ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി, അത് സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അതിനോടൊപ്പം തന്നെ അപ്പോഴും പിൽക്കാലത്തും നിലയുറച്ചിട്ടുള്ള സംവിധായകനായിരുന്നു വിനയൻ പറഞ്ഞ കാര്യങ്ങളും ഇവിടെ യാഥാർത്ഥ്യമായി മാറുകയാണ്. ഈ പുങ്കവന്മാരെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് വളരെ തന്റെ ഇടത്തോടുകൂടി നട്ടൽ ഉറപ്പോടുകൂടി ഈ രണ്ടുപേർ മാത്രമാണ് നിന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും വലിയ ദൂരവ്യാപകമായിട്ടുള്ള ഫലമാണ് ഇതിനകത്ത് പിന്നീട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരുടെ മൂടുപടം അഴിഞ്ഞു വീഴുകയാണ്. ശ്രീ ഷാജഹാൻ അവസാന നിമിഷം എത്തുമ്പോഴും ഒരു നീണ്ട നിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് കഥാപാത്രങ്ങൾ വരുന്നത് പോലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓർക്കേണ്ടത് തിലകനെ പറ്റി ഓർക്കാം, അല്ലെങ്കിൽ വിനയൻ, വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന വിനയനെ പറ്റിയും നമ്മൾക്ക് അല്പം കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇത് വലിയൊരു വിപ്ലവമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലെ സംഭവിക്കുന്നത് നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെ ഭരണകൂടങ്ങൾ നടപടികൾ എടുക്കുമ്പോഴാണ്. ഇപ്പൊ നമുക്കറിയാം, അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ എടുത്തിട്ടുള്ള ചില നടപടികൾ മനസ്സിലായി. അപ്പൊ ആ നിലയിൽ നിക്ഷിപ്ത താല്പര്യക്കാരും സ്വാർത്ഥ താല്പര്യക്കാരുമായിട്ടുള്ള ആളുകൾക്കെതിരായി ഭരണകൂടങ്ങൾ നടപടിയെടുക്കുമ്പോഴാണ് വലിയ ചലനങ്ങൾ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇവിടെ ഈ കാണുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്നതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭരണകൂടം, ഭരണമായാലും പ്രതിപക്ഷമായാലും ഒക്കെ തന്നെ ഈ സ്ഥാപിത താല്പര്യക്കാരും നിശ്ചിത താല്പര്യക്കാരുമായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ പോലും വലിയ പൊട്ടിത്തെറികൾ, വലിയ പോർമുഖങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും വലിയ പോരാട്ടങ്ങൾ നടക്കുന്നതിൻ്റെയും ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ എത്രയോ നൂറുകണക്കിന് കമ്മിറ്റികളും കമ്മീഷനുകളും ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഹേമയുടെ ഒരു കമ്മിറ്റി മാത്രമാണ്, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ പോലുമല്ല. സർക്കാരിനെ അവരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്ത ഒരു സാധാരണ കമ്മിറ്റിയാണ്. പക്ഷെ ആ സാധാരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ നമ്മളൊന്ന് നോക്കൂ. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇത്രയും സ്ട്രോങ് ആകുമെന്ന് ഇവർ വിചാരിച്ചിരുന്നോ ഇവരെ നിയമിക്കുന്ന സമയത്ത്? അല്ല, ഒരു സംശയം വേണ്ട, അങ്ങനെയൊന്നും ഉള്ളൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വനിതാ ജഡ്ജി ആയിട്ടുള്ള ഹേമ അവര് ഈ പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് എഴുതി തരും എന്ന് മാത്രമല്ല, ഇത്രയും ശക്തമായിട്ടുള്ള ഭരണരംഗത്തും പ്രതിപക്ഷത്തിന്റെ രംഗത്തും ഒക്കെ തന്നെ വലിയ സ്വാധീനമുള്ള, ഒരാൾക്കും തൊടാൻ കഴിയാതിരുന്ന, അകത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയാതിരുന്ന സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ആ ഒരു പ്രതിഷേധം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞതിന്റെ ഒരു വശം മാത്രമേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിന്റെ ഒരു ഡാർക്ക് അണ്ടർബെല്ലിയുടെ ഒരു വശം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന അനാശാസ്യകരമായിട്ടുള്ള, അനഭലഷണീയമായിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു വശം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിന്റെ സാമ്പത്തിക വശം പുറത്തു വന്നിട്ടില്ല. സാമ്പത്തിക വശം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭയാനകവും ഭീകരവുമായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ കള്ളപ്പണത്തിന്റെ ഏറ്റവും വലിയൊരു വിഹാര രംഗമാണ് യഥാർത്ഥത്തിൽ സിനിമാ മേഖല. അതിനെ കുറിച്ചിട്ട് ഏതാനും രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ തമ്പാനൂർ കൈരളി ശ്രീ തിയേറ്ററിന് മുമ്പിലേക്ക് നിങ്ങളും ചെന്നാൽ എത്ര സിനിമകളുടെ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും?
ഒരു 10-25 സിനിമകളുടെ ഫ്ലക്സ് ബോർഡുകളാണ് നമുക്ക് കാണാം. ഒന്ന്. രണ്ട്, ഒരു വർഷം എത്ര സിനിമ വിജയിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഒരു വർഷം ഒരു 5-6 സിനിമകൾ വിജയിച്ചാലായി എന്നുള്ളതാണ്. രണ്ട്. മൂന്ന്, ഈ സിനിമകൾ വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കുകൾ വരുന്നുണ്ടല്ലോ. 100 കോടി ക്ലബിൽ, മറ്റേ ക്ലബിൽ 50 കോടി ക്ലബ്, ഇതിനൊക്കെ എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? അത് വലിയ കള്ളത്തരമല്ലേ? അപ്പോ ഇത് ഏറ്റവും വലിയ കള്ളപ്പണം, മണി ലോണ്ടറിങ്ങിന്റെ ഒരു മേഖലയാണ് സിനിമാ മേഖല എന്നുള്ള ഒരു ഭാഗവും കൂടി ഇനി പുറത്തു വരാനുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ചിലപ്പോൾ പോകില്ല. ഇപ്പൊ ഞാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം. ഇതിൽ കെ ഹേമ വെച്ചപ്പോൾ അവരൊരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. കെ ഹേമ ഇടത് പുറത്തു വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത്? ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പരമാവധി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അയാൾ ഇറങ്ങി പോകേണ്ടി വന്നു. AMM എന്ന് പറഞ്ഞ സംഘടനയുടെ ഏറ്റവും വലിയ ഛത്രാധിപതിയായിട്ടുള്ള പിന്നെ ഇയാൾക്ക് ഇറങ്ങി പോകുന്നു. എത്ര നടന്മാർക്കെതിരെ, ഇപ്പൊ ജയസൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ, റിയാസ് ഖാൻ എന്ന് പറഞ്ഞ നടൻ, പിന്നെ എന്താണ് ബാബുരാജ് എന്ന് പറഞ്ഞ നടൻ, പിന്നെ VK പ്രകാശ് എന്ന് പറഞ്ഞ സംവിധായകൻ, മണിയമ്പിള്ള രാജു, അതുപോലെ തന്നെ മുകേഷ്, ശ്രീകുമാർ മേനോൻ, എത്ര പേർക്കെതിരെ വന്നിരിക്കും. ഇത് ഓരോ ദിവസം കഴിയും തോറും ഇത് യഥാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാറുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീലാണ് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ റിയാസ് ഖാൻ എന്നും ശരിക്കും പറഞ്ഞ ഷാജഹാൻ വലിയ നടനൊന്നുമല്ല, അഭിനയ വൈഭവം ഒന്നും ഉള്ള ഒന്നുമല്ല. ഞാൻ ഈ ശരീര കൊഴുപ്പ് കാണിക്കില്ല. അയാള് വലിയവരാണെന്നൊന്നും ഞാൻ പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ നടന്മാർക്കെതിരായിട്ട് ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ വരുന്നു. നമ്മൾ ആ വെളിപ്പെടുത്തലുടെ സ്വഭാവം ഒന്ന് എടുത്ത് നോക്കി. ഇപ്പം ദിലീപിനെ, പിന്നെ സിദ്ദിഖിനെതിരെയൊക്കെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഈ സിനിമാ മേഖലയിൽ നടന്മാരെന്ന് പറയുന്നത്, ഈ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് അവരുടെ ഒരു ഭരണഘടനാ അവകാശം പോലെ അവർ കൊണ്ടുനടക്കായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ നിലയിൽ വരുന്നു. സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസവും ധൈര്യവും അവർക്ക് ഉണ്ടായിരിക്കുന്നു. അവര് വലിയ തോതിൽ വെളിപ്പെടുത്തലുകളുമായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമയുടെ പ്രാധാന്യം. ഹേമ കമ്മിറ്റി പുറത്തു വരുന്നതിൽ വിമൻസ് കളക്റ്റീവ് ഇൻ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് യാതൊരു തർക്കവും ഇല്ല, ഒരു സംശയവുമില്ല. അവർ രണ്ടുപേരെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. എന്നാൽ ഈ സിനിമാ രംഗത്ത് ഇപ്പൊ ഹേമ കമ്മിറ്റി പറയുന്ന ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ പിന്നെ സൂപ്പർ സ്റ്റാറുകളുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പിനെതിരെ കേരളത്തിലെ ഒരു സംവിധായകൻ ഒരു പതിറ്റാണ്ട് മുമ്പ് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരവും അതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള വിജയവുമുണ്ട്. പവർ ഗ്രൂപ്പ് അന്ന് പറഞ്ഞില്ല എന്നേ അത്രയോ. ആ വിജയം നമ്മൾ ചർച്ച ചെയ്യണം. അത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് പോരാട്ടം എന്നല്ല ഞാൻ പറഞ്ഞത്, പോരാട്ടത്തിൽ ഉണ്ടായ വിജയം. ആ വിജയത്തിന്റെ രേഖയാണ് എന്റെ കയ്യിൽ. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതായത് അതിൽ ആ പോരാട്ടം നടത്തുകയും വിജയിക്കുകയും ചെയ്തയാളുടെ പേരാണ് വിനയൻ എന്ന് പറഞ്ഞ സംവിധായകൻ. ആ പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് തിലകൻ. പക്ഷെ ഈ പോരാട്ടം, ഒറ്റയാൾ പോരാട്ടം നടത്തി എതിർപ്പുകളെ മുഴുവൻ ഒരു പതിറ്റാണ്ട് മുമ്പ് അതിജീവിച്ച് വിജയിച്ച വിനയനെയും നമ്മൾ ഇപ്പോൾ ഓർത്തില്ലെങ്കിൽ അത് ഭയങ്കരമായൊരു തെറ്റായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. വിനയൻ എന്ന് പറയുന്ന സംവിധാനം കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 10 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 4 സിനിമ, 35 സിനിമകൾ മലയാളത്തിലുണ്ട്. 5 സിനിമയിൽ അറിയപ്പെടുന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ. എന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. പല നടന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട്, പല ഗായകരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ സിനിമ 5-6 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അയാൾ പിന്നെ നമ്മുടെയൊക്കെ അറിവിൽ നിൽക്കുന്ന ഒരു നടനാണ്, ഒരു സംവിധായകൻ. ഇപ്പൊ അയാളുടെ അവസാനത്തെ സിനിമ 19-ാം നൂറ്റാണ്ട് സിനിമയായിരുന്നു, 2 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനകത്തൊരു പുതുമുഖ നടനെ വെച്ചിട്ടാണ് അയാൾ ചെയ്തത്. ആ സംവിധായകൻ ഈ നടന്മാർക്കെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അയാള് 2014-ലാണോ 2015-ലാണെന്ന് എനിക്ക് തോന്നുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനത്തിൽ അയാൾ ഒരു കേസ് പോയി. 15-ലാണ് വിധി കിട്ടുന്നത്. 11-12 കേസ് പോയി. ആ കേസിൽ കക്ഷികൾ ആരൊക്കെയാണെന്നറിയോ? ഒന്ന് അസോസിയേഷൻ ഓഫ് മലയാളം ഫിലിം മൂവി ആർട്ടിസ്റ്റ് AMM എന്ന്, 2 ഫെഫ്ക ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, സിനിമാ രംഗത്ത് ഏറ്റവും ശക്തമായ സ്ഥലം. 3ാമത്തെ ഓപ്പോസിറ്റ് പാർട്ടി മമ്മൂട്ടി, 4ാമത്തെ ഓപ്പോസിറ്റ് പാർട്ടി മോഹൻലാൽ, 5ാമത്തെ ഓപ്പോസിറ്റ് പാർട്ടി ദിലീപ്.
മനസ്സിലായി? കൊമ്പന്മാരെല്ലാം ഈ 3 പേരും ഇതിൽ ദിലീപാണോ പ്രശ്നം കിടക്കും, മറ്റൊരിപ്പോഴും അവർക്കെതിരെ ഇയാള് പോയത് ഏതാണ്ട് 2010-ലോ 2011-ലോ മറ്റാണ് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത്. എന്താണ് അയാൾ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയിട്ട് പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഇവര് 3 പേരും ബാക്കിയുള്ള ഓപ്പോസിറ്റ് പാർട്ടികളെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി സിനിമാ രംഗത്ത്, സിനിമാ വ്യവസായ രംഗത്ത് മത്സരം തടയുന്നു. ഇതാണ് അയാളുടെ വാദം. സ്വതന്ത്ര മത്സരം. കാരണം സ്വതന്ത്ര മത്സരം തടയുന്നു പറയാൻ കാര്യം എന്താണ്? ഈ മത്സരം സ്വതന്ത്രമായിരിക്കണമെന്നും ആ മത്സരം തടയുന്ന ശക്തികൾ ആ രംഗത്തൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം സിമെന്റ് വ്യവസായത്തിൽ വലിയ കൊമ്പന്മാരാണുള്ളത്. അവരൊരു 5-6 പേര് ചേർന്ന് ഒരു കാർട്ടൽ ഉണ്ടാക്കിയിട്ട് അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഈ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. ഈ കാർട്ടലൈസേഷൻ, ഇങ്ങനെയൊക്കെ ഈ വ്യവസായ രംഗത്തൊക്കെ വലിയ ശ്രമങ്ങളുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം എതിർത്തിട്ട് മത്സരം സ്വതന്ത്രമായിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന കമ്മീഷനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ. ആ കോമ്പറ്റീഷൻ കമ്മീഷനിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനുമെതിരെ ഒരു 10 മുമ്പ് പോയ ആളാണ് വിനയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 2017 ശേഷം ഈ നടിയെ ആക്രമിച്ച സംഭവത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. എന്നാൽ അതിനൊക്കെ മുമ്പ് ഈ സൂപ്പർ സ്റ്റാറുകള് റൂളിംഗ് ദ റൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് ഏറ്റവും കൂടുതൽ അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ ഇയാൾ കേസിന് പോയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. അവർക്ക് വേണ്ടി വരുന്ന അഭിഭാഷകർ എത്ര കോടിക്കണക്കിനുള്ള അഭിഭാഷകരായിരിക്കും. ഇയാള് ഇപ്പുറത്തുനിന്ന് ഇയാളുടെ ഒരു അഭിഭാഷകനായിട്ട് ഇയാൾ പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പോകാനുള്ളതിന്റെ പശ്ചാത്തലം എന്താ? വളരെ പ്രധാനമാണ്. ആ പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാല് 2000-ന്റെ മധ്യത്തിൽ ഈ വിനയൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അയാളൊന്നും സംവിധാനമായിട്ടുണ്ട്. അപ്പൊ അയാള് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് അയാൾ പറഞ്ഞു ഒരു എഗ്രിമെന്റ് ഉണ്ടാകണം ഈ നിർമ്മാതാക്കളും നടന്മാരും. കാരണം ഒരു എഗ്രിമെന്റ് ഇല്ലാതെ തോന്നിയതാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നടന്മാര് രൂപയ്ക്ക് അഭിനയിക്കാന്ന് പറയുന്നു, പറ്റില്ല, ഞങ്ങൾക്ക് കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് ഈ നിർമ്മാതാക്കളെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ വിനയൻ പറഞ്ഞു എഗ്രിമെന്റ് വേണം, ആ എഗ്രിമെന്റ് പ്രകാരം പോട്ടെ എന്ന് പറയുകയും നിർമ്മാതാക്കളെല്ലാം അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അവർക്ക് അനുകൂലമാണല്ലോ, അവരെല്ലാവരും പിന്തുണ കൊടുത്തു. എന്നാൽ നടന്മാർക്ക് പ്രശ്നമായി. കാരണം ആ സമയത്ത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വലിയ സ്വാധീനം സിനിമാ മേഖലയിൽ ചെലുത്തിക്കൊണ്ടിരിക്കും. അവർക്ക് പ്രശ്നമായി. അവര് പലതരത്തിലും വിനയനെ സ്വാധീനിക്കാൻ, മോഹൻലാലൊക്കെ നേരിട്ട് വിളിച്ചിട്ട് സ്വാധീനിക്കാൻ സംബന്ധിച്ചുള്ള രേഖകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിധിയിൽ ആ മൊഴികളെല്ലാം വന്നിട്ടുണ്ട്. വലിയ മൊഴികളാണ്. അപ്പം അത് ആ തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വേറൊരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വെച്ചു. അതെന്താന്ന് ചോദിച്ചാൽ പുതുമുഖ നടന്മാര് സിനിമാ രംഗത്തേക്ക് വരണം. ആ സിനിമാ രംഗത്തേക്ക് പുതുമുഖ നടന്മാർ വരുമ്പോഴത്തേക്ക് അവരെ അതിനാവശ്യമായിട്ടുള്ള ലോ ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവണം. അപ്പൊ അതിന്റെ നിർമ്മാണ ചെലവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററുകാരുമായിട്ട് സംസാരിച്ച് അവർ 50% പൈസ തരാം എന്നുള്ള നിലയിലേക്ക് അവർ പറഞ്ഞു. ഇത് രണ്ടും കൂടെ വന്നതോടുകൂടി സിനിമ രംഗത്തെ ഈ സൂപ്പർ സ്റ്റാറുകൾ ആകെ അസ്വസ്ഥരായി. കാരണം എഗ്രിമെന്റ് വന്നപ്പോൾ തന്നെ അവർക്ക് പ്രശ്നമായി. അതിനുശേഷം ഇയാൾ ഈ നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഔട്ടായി പോകുന്ന സ്ഥിതിയല്ലേ. വെല്ലുവിളിയാണ് ആ സമയത്ത് ഇയാളെ മാത്രമേ ഉള്ളൂ. അന്ന് ഈ വിമൻ സിനിമാക്കളൊക്കെ വിധാനങ്ങളൊന്നും രംഗത്തില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല അയാൾ അന്ന് എന്ത് ചെയ്തു, ഈ സിനിമാ മേഖലയിലെ വിവിധ മേഖലകളിലെ തൊഴിലാളികളെല്ലാം സംഘടിച്ചു മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടെ ഉണ്ടാക്കിയതോടുകൂടി ഈ സൂപ്പർ സ്റ്റാറുകളുടെ പാണി തീർന്നവരാകെപ്പാടെ അപ്സെറ്റായി അവരെന്ത് ചെയ്തു, ഈ മാറ്റ ഫെഡറേഷനെ രാജ്യ രാമനെ തകർക്കാനുള്ള പണി അവരാരംഭിച്ചു. അത് 2 തരത്തിലാണ് അവരെ പണി ആരംഭിച്ചത്. ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു പണി മമ്മൂട്ടി ചെയ്യാൻ നേരിട്ടു. കാരണം മമ്മൂട്ടി കൈരളി ചാനലിന്റെ ഈ ചെയർമാനാണല്ലോ. അപ്പൊ CPM-ആയിട്ട് അയാൾക്ക് വലിയ ബന്ധമാണ്. പിണറായി എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്. ശരിക്കും സിനിമാ മേഖലയിൽ CPM ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയും CPM പിരിച്ചു. മമ്മൂട്ടി പിണറായി വഴി സ്വാധീനം ചെലുത്തി.
സ്വാധീനം ചെലുത്തിയിട്ട് ഈ വിനയന് മാക്ട ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് പിന്തുണ കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. കാരണം പിണറായി ശരിക്കും CPM ഒക്കെ വിനയനാണല്ലോ പിന്തുണയ്ക്കേണ്ടത്. കാരണം സിനിമാ രംഗത്തെ തൊഴിലാളികളുടെ വിവിധ മേഖല തൊഴിലാളികളുടെ സംഘടനാ ശക്തി എന്ന് പറയുമ്പോൾ അതാണ്. പിണറായി വിജയൻ വിനയനെ തള്ളി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മമ്മൂട്ടി പിണറായി വിജയനിലൂടെയും ജോൺ ബ്രിട്ടാസിലൂടെയും ആ നിലയിലുള്ള സമ്മർദ്ദം ചെലുത്തി. സിനിമാ നടന്മാരെല്ലാവരും അങ്ങ് ഒത്തു മോഹൻലാലിലേക്ക് കൂടുതൽ. അത് വിനയൻ ഞാനോട് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവരിതിനെതിരായിട്ട് എതിർപ്പ് അവർ പ്രഖ്യാപിച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അമേരിക്കയിൽ ഒരു ഷോ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, നടന്മാരെല്ലാം കൂടെ ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിർമ്മാതാക്കളും കൂടെ പ്രശ്നത്തിലായി. കാരണം അവിടെ സിനിമകളെല്ലാം പ്രശ്നത്തിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മാക്ട ഫെഡറേഷന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഒരു ബി ഉണ്ണികൃഷ്ണൻ. ഈ ബി ഉണ്ണികൃഷ്ണനെ വിനയൻ അടുത്ത് വലിയ നിർമ്മാതാക്കളൊക്കെ സ്വാധീനിച്ചിട്ടാണ് ബി ഉണ്ണികൃഷ്ണനെ അന്ന് ജോയിന്റ് സെക്രട്ടറി. ഈ ബി ഉണ്ണികൃഷ്ണന് CPM പശ്ചാത്തലമുണ്ട്. അയാൾ CPM കൂടെ ചേർന്ന് ഒത്തുകളിച്ച് എന്ത് സംഭവിച്ചെന്നറിയാമോ വിജയനാഥൻ? രായ്ക്ക് രാമാനം 2-3 ദിവസം കൊണ്ട് ഈ മാക്ട ഫെഡറേഷൻ പൊളിച്ചങ്ങ് കൈകൂട്ടും. മാക്ട ഫെഡറേഷൻ ആരെങ്കിലും നിർമ്മാതാക്കളോ ആരെങ്കിലും റിപ്പോർട്ടെങ്കിൽ അവരുടെ അടുത്ത് കൂട്ടമായി ഇവരങ്ങ് ചെല്ലും, ഇതിനകത്ത് മാറണം എന്ന് പറയും. അങ്ങനെ എനിക്ക് തോന്നുന്നത് 2008 മറ്റോ ആണെന്ന് തോന്നുന്നു, എറണാകുളത്ത് സരോവരം എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട് വലിയ യോഗം നടത്തി ഇതൊക്കെ പൊളിച്ചിട്ട് അവിടെ FEFK എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കി. അന്തം വിട്ട് ഈ പറഞ്ഞ പോലെ തുണിയിൽ നിൽക്കുന്ന പോലെ പോയി വിജയന്റെ അവസ്ഥ. കാരണം വിനയനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വിനയൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. വിനയന് പിന്തുണ കൊടുക്കാൻ ആരുമില്ല. ഈ സംവിധാനം മുഴുവൻ അങ്ങോട്ട് പോയ സമയത്താണ് വിനയൻ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഈ കേസുമായി പോകുന്നത്. ഈ കേസുമായി പോയ സമയത്ത് വിനയന് ഭാഗ്യവശാൽ വിനയന് ഒരുപാട് രേഖകളുണ്ട്. ആ രേഖകൾ വെച്ച് വിനയൻ എന്ത് ചെയ്തു, ഇതിനകത്ത് കോമ്പറ്റീഷനിൽ തടഞ്ഞു, വിനയനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, തിലകനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒക്കെ വിനയൻ കാര്യകാരണ സഹിതം ഇതിനകത്ത് തെളിയിച്ചു. ഇതില് ഒരു ഭാഗത്ത് മമ്മൂട്ടിക്കെതിരായിട്ട് മൊഴിയുണ്ട്. PA ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് വിനയന് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ഈ PA ഹാരിസ്. ഒരു ദിവസം all on a sudden ശ്രീ ജാക്സൺ, who has got an information from his brother PC George, member of AMMA, who has received a telephone call from superstar Bharat Mammootty and Joshi not to work with Sri Vinayan. Consequently, the financier Sri Jackson withdrew his commitment and I was compelled to take back the advance amount from Vinayan. മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ചിട്ട് വിനയന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് പൈസ തിരിച്ചു മേടിക്കണം എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് മൊഴികൾ, അതായത് ഇടവേള ബാബു, ഈ ബി ഉണ്ണികൃഷ്ണൻ, CB മലയില്, ഇന്നസെന്റ്, അവരുടെയൊക്കെ തന്നെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന ഒരുപാട് മൊഴികൾ വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഹാജരാക്കി. ഇപ്പം ജയസൂര്യയുടെ മൊഴിയുണ്ട്. ജയസൂര്യ അയാളോട് ചോദിക്കുന്നു, വിനയന്റെ അടുത്ത് വർക്ക് ചെയ്യാതിരിക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ? Yes, I am aware. I got a call nearly 2 years back from Sri Unnikrishnan and CB Malay of FEFK advising me to avoid working with Sri Vinayan. ജയസൂര്യയുടെ മൊഴി മനസ്സിലായി. ഈ മൊഴികളെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കുണ്ട്. വേറൊരു സ്ഥലത്ത് K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി, വിശദമായിട്ടുള്ളൊരു മൊഴി. ആ മൊഴി ആരുടെയാന്ന് ചോദിച്ചു. ആ മൊഴി K. സുരേന്ദ്രൻ ആരാണെന്നറിയോ? K. സുരേന്ദ്രനാണ് ഈ ഇന്ദ്രൻസ്, മനസ്സിലായോ? അതുപോലെ തന്നെ അനിൽ കുമ്പഴ എന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി. അങ്ങനെ ഒരുപാട് പേരുടെ മൊഴികളും രേഖകളും ഒക്കെ തന്നെ വിനയൻ അവിടെ ഹാജരാക്കി. അങ്ങനെ വിനയനെയും ഇയാളെയും തിലകനെയും ഒഴിച്ചു നിർത്തുന്നു എന്ന് പറഞ്ഞു. അവിടെ വലിയ തോതിൽ വാദം. അവസാനം എത്തിപ്പെട്ട നിരീക്ഷണ അവരുടെ തീരുമാനം എന്താണെന്നറിയോ? അവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഇന്നസെന്റ്, ഇടവേള ബാബു, CB മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, K. മോഹനൻ, അവരിൽ നിന്നെല്ലാം പിഴയടയ്ക്കണം എന്നാണ് തീരുമാനിച്ചത്. കാരണം അവര് മത്സരം തടഞ്ഞു. പിഴയടയ്ക്കാൻ കോടതി വിധിക്കുകയാണ്. വിധിച്ചിട്ട് ഇന്നസെന്റിൽ നിന്ന് 51,478 രൂപ,
ഇടവേള ബാബുവിൽ നിന്ന് 19,913 രൂപ, സിബി മലയിൽ നിന്ന് 66,356, ബി ഉണ്ണികൃഷ്ണനിൽ നിന്ന് 32,000 രൂപ, കെ മോഹനിൽ നിന്ന് 27,000 രൂപ വീതം ഇവരെല്ലാവരും പിഴയടയ്ക്കണം എന്ന് ഉള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിധി ഏതാണ്ട് 10 വർഷങ്ങൾ, അതായത് ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. Considering the findings elucidated in the earlier part of the order, the commission finds that opposite party 1, 2, 6 and 7 നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഈ മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ദിലീപ്, അവരെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിനകത്ത് നടന്നില്ല. പക്ഷേ ഈ ഫെഫ്ക അമ്മ ഇതായിട്ടെല്ലാം നടന്നു. അവരെല്ലാവരും they are found to be liable under section 48 of the act for anti-competitive conduct of their respective associations. ഈ അസോസിയേഷനുകൾ മത്സരം തടയാൻ ശ്രമിച്ചു എന്നുള്ളത് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാരവാഹികളിൽ നിന്ന് പിഴ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ വിധി. ഈ വിധി 2017 വരുന്നത്. 4 ജുഡീഷ്യൽ മെമ്പർമാരാണ് ഇതിനകത്തുള്ളത്. അപ്പോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് സത്യത്തിൽ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി നമ്മൾ വിനയനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം പറഞ്ഞ എന്താ? ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ്, അതിനെതിരെ വന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട വിമൻ സിനിമ കളക്റ്റീവ് അവര് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷെ വിനയൻ നടത്തിയ ഒറ്റ പോരാട്ടമാണത്. വിനയനെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല, എല്ലാവരും വിനയനെതിരായിരുന്നു. എല്ലാവരും വിനയനെതിരെ, ഭരണകൂടം പൂർണ്ണമായി വിനയനെതിരെ. പിന്നെ സൂപ്പർ സ്റ്റാറുകളും പിന്നെ സംവിധായകരും ഇവരെല്ലാവരും വിനയനെതിരെ. അല്ല, അത് ചെറിയ കാര്യമാണ്. നമ്മുടെ ജീവനോടെ ഇരുന്നു എന്ന് പറയുന്നതിന് വളരെ പ്രധാനമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഒരു പോരാട്ടം നടത്തി ഇതുപോലെ വിജ്വലമായ വിജയം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഈ പവർ ഗ്രൂപ്പ് ഇപ്പോഴല്ല പുറത്തു വരുന്നത്. വിനയന്റെ ഈ വിധിയിലൂടെ തന്നെ ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തെളിയുകയും അവിടെ എല്ലാവരും പിഴയടയ്ക്കണമെന്നും തെളിഞ്ഞതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ ഇപ്പൊ നടന്നിട്ടുള്ള ഈ വിപ്ലവത്തിന്റെ മൂല കാരണം യഥാർത്ഥത്തിൽ വിനയനാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് സിനിമാ രംഗത്ത് നിന്നുകൊണ്ട് തിലകൻ അതിനുവേണ്ടി ചെയ്തെങ്കിലും വിനയന ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. ആർക്കെതിരെ? മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനുമെതിരെ. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ രംഗം പൂർണ്ണമായും ചവിട്ടടി വെച്ചുകൊണ്ട് നടന്നിരുന്ന 3 വലിയ നടന്മാരാണ്. അവർക്ക് 3 പേർക്കെതിരെ മാത്രമല്ല, അവരുടെ സംഘടനയായിട്ടുള്ള അമ്മയ്ക്കെതിരെ, അവരുടെ തൊഴിലാളികൾ 3 ഒറ്റക്കെട്ടായി ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഈ ഫെഫ്കെ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഈ സംഘടനയെ കുറിച്ചിട്ട് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ആ സംഘടന എന്ന് പറഞ്ഞാലോ, ആ സംഘടനയില് ഇപ്പൊ 21 ഉപസംഘടനകളുണ്ട്. 21 ഉപസംഘടന. ഇതിനകത്ത് പറയുന്നതനുസരിച്ച് ഇത് പറയുമ്പോൾ 17 ഉള്ളൂ. അതായത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, റൈറ്റേഴ്സ് യൂണിയൻ, എക്സിക്യൂട്ടീവ് യൂണിയൻ, എഡിറ്റേഴ്സ് യൂണിയൻ, സിനിമാറ്റോഗ്രാഫേഴ്സ് യൂണിയൻ മുതല് ഡ്രൈവേഴ്സ് യൂണിയൻ മുതല് പിന്നെ സിനി ഓട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. സിനിമാ രംഗത്ത് ഒരു ഈച്ച പോലും ഇവരറിയാൻ അടങ്ങില്ല. ആ സംഘടനയ്ക്കെതിരെ, സിനിമാ നടന്മാരുടെ സംഘടനയ്ക്കെതിരെ, ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെയൊക്കെ ഒറ്റയാൾ പോരാട്ടം ഒരാളുടെ സഹായമില്ലാതെ വിനയൻ നയിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഹീറോ വിനയൻ. വെച്ചാൽ വിമൻ സിനിമ കളക്റ്റീവിനെ ഒന്നും നമ്മള് അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ തുടക്കക്കാരൻ എന്ന് പറയുന്നതും സമരം നടത്തി വിജയിച്ചയാൾ, അതാണ് വ്യത്യാസം. ഇപ്പം വിമൻ സിനിമ കളക്റ്റീവിനെ ഒക്കെ തന്നെ നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ അവരെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നുള്ള. പക്ഷെ അവിടെ ഒന്നും പിന്നെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടായിട്ടില്ല. റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തുമില്ല. റിസൾട്ട് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. പക്ഷെ ഇയാൾ സമരം നടത്തി വിജയിച്ച് കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യേണ്ടത് ഈ വിനയന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് ആണ് എന്നാണ് എനിക്ക്